ഉത്സവം കാണാനെത്തിയതാണ്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഞങ്ങളൊരു അപ്രതീക്ഷിതമായ ഒരു അതിഥിയെ കണ്ടു. അത് മറ്റാരുമല്ല, ഒരു വിദേശിയാണ്. ആൾ ചില്ലറക്കാരനല്ല, ജർമ്മനിയിലെ ബെർക്കാന്യൂ നഗരത്തിലെ മേയറാണ്, മലയാളി കൂടിയാണ്. വെൽക്കം സാർ കേരളത്തിലേക്ക്. നമസ്കാരം. എങ്ങനെയുണ്ട് ഉത്സവങ്ങളൊക്കെ? അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ എൻ്റെ ഫാമിലിയും ഞാനത് ഭയങ്കര എൻജോയ് ചെയ്യണത്. അടിപൊളി സാധനമാണ്. ഇവിടെ നമ്മുടെ മേയർ എന്നൊക്കെ പറയുമ്പോൾ വലിയൊരു പദവിയൊക്കെയാണ്. അവിടെ എങ്ങനെയാണ്? അവിടും ഇത് ഒരു ഹൈ സൊഫിസ്റ്റിക്കേറ്റഡ് ജോലിയാണ്. ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഭാഗ്യമാണ് ശരിക്കും. നമുക്ക് ആ സിറ്റിന് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് കുടുംബം ജർമ്മനിയിലെത്തുന്നത്? മമ്മിയാണ് ആദ്യം പോയത്. നേഴ്സ് പഠിച്ച് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡാഡി വന്നിട്ടുണ്ട്. ഞാനും മറ്റേ എൻ്റെ സിസ്റ്ററും അവിടെ ജനിച്ച്. എങ്ങനെയുണ്ട് നമ്മുടെ നാടും ഇതൊക്കെ? അത് നാട് നോക്കുമ്പോൾ അത് ശരിക്കും പറയുന്നത് നമ്മുടെ ഹോമാണ്. ഇപ്പോൾ മമ്മിയും ഡാഡി എപ്പോഴും അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. ഈ ഇവിടുത്തെ കൾച്ചർ നമ്മൾ കാണിക്കാൻ, പിന്നെ ഭാഷ പഠിപ്പിക്കാൻ. അവിടെ ജർമ്മനിയിൽ മലയാളം സ്കൂളും ഇങ്ങനെ എല്ലാം ഓർഗനൈസ് ചെയ്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. മാഡം, ഹൗ ഡു യു ഫീൽ ഇൻ കേരള? I love it. I love the food. I love the people. It's always coming home is always good. ആനയും അമ്പാരിയും അതോടൊപ്പം തന്നെ മറ്റ് ഉത്സവം കണ്ട് എന്താ പറയുന്നത്? അങ്ങനത്തെ സാധനം നമുക്ക് ജർമ്മനി ഒട്ടുമില്ലല്ലോ. ഇപ്പം ആനനെ കാണാൻ, ഫോർ എക്സാമ്പിൾ, അത് സൂല് മാത്രമാണ് കാണാൻ പറ്റുന്നത്. പിന്നെ അത്ര കളർഫുള്ളായിട്ട് ഫംഗ്ഷനായിട്ട് ജർമ്മനിയിൽ നമുക്ക് കാണില്ല. ഇവിടെ വന്നിട്ട് നമ്മുടെ കളക്ടറുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞു. ട്രാഫിക്കിൻ്റെ കാര്യം കുറേ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ ജർമ്മനി ആൻഡ് ഇന്ത്യ. പിന്നെ ഓൾസോ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ കാര്യവും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനും ബിഗ് ഡിഫറൻസ് ഉണ്ട്. സെയിം പ്രോബ്ലംസ് ആണ്, പക്ഷേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലെവൽസിൻ്റെ പ്രോബ്ലംസ് ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ വെറുതെ ഇപ്പോൾ ചൂയിങ് ഗം പേപ്പർ വെറുതെ താഴെ കളയെങ്കിൽ അത് പാടില്ല. അത് ജർമ്മനിയിൽ ഈവൻ നഴ്സറി കിഡ്സിന് ഇങ്ങനെ ഒരു അഡൽട്ടിനോട് പറയും, സാർ അല്ലെങ്കിൽ അങ്കിൾ ആൻറ്റി അത് പാടില്ല, പ്ലീസ് ടേക്ക് ഇറ്റ് ആൻഡ് ത്രോ ഇറ്റ് ടു ദി ബാസ്ക്കറ്റ്. ഇവിടെ വന്നിട്ട് കൊച്ചി മേയറെ കണ്ടോ? കൊച്ചിൻ മേയറും കണ്ടിട്ടുണ്ട്. ഇന്നും അതും സെയിം നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കുറേ ഇങ്ങനെ ടോപ്പിക്സ് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ജർമ്മനിയിലെ ബെർക്കാന്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ നാട് ഭരിക്കുന്ന മേയറെ കാണാം. അത് മലയാളിയാണ്. ക്യാമറമാൻ അനീഷ് തോട്ടക്കാരനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാം നമുക്കൊപ്പം ഉണ്ട്. അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ ബബിൾ കം, ചൂയിങ് ഗം എവിടെയെങ്കിലും ഇരിക്കുന്ന സീറ്റിൻ്റെ അടിയിൽ തേച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ചുവരിൽ തേച്ച് വയ്ക്കുക, ഒരു ശീലം നമ്മുടെ നാട്ടിൽ പൊതുവെ ഉള്ളതാണ്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ അത് ചെയ്യില്ല. കുട്ടികൾ പോലും കണ്ടു കഴിഞ്ഞാൽ അത് പേപ്പറിൽ പൊതിഞ്ഞ് വേസ്റ്റ് ബില്ലിടൂ എന്ന് പറയുമെന്നാണ്. അപ്പോൾ ആ ഒരു ശീലമൊക്കെ നമുക്കും വരേണ്ടതാണ്. ശരി ശ്യാമേ, അദ്ദേഹം നന്നായി മലയാളം പറയുന്നുണ്ട്, രസമുണ്ട് കേൾക്കാൻ. ഈ മറ്റ് സ്ഥലങ്ങളിലെ ആളുകൾ മലയാളം പറയുന്ന കേൾക്കാൻ നമുക്കൊരു കൗതുകം കൂടിയാണല്ലോ. അപ്പോൾ ശരിക്കും ആസ്വദിച്ച് എന്നാണ് ജർമ്മനിയിലേക്കുള്ള തിരിച്ചുപോക്കൊക്കെ? ഇന്നലെ അവിചാരിതമായിട്ടാണ് എറണാകുളം ക്ഷേത്രത്തിൽ ജർമ്മനിയിലെ മേയർ എത്തിയെന്ന കാര്യം അറിയുന്നത്. അതായത് ജർമ്മനിയിലെ മേയർ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കരുതി എന്തായിരിക്കാം ജർമ്മനിയിലെ മേയർക്ക് ഈ എറണാകുളം ക്ഷേത്രത്തിൽ കാര്യം. അപ്പോൾ അങ്ങനെ ചെന്നപ്പോഴാണ് നല്ല മലയാളം പറയുന്ന ഒരാൾ. അദ്ദേഹത്തിൻ്റെ ജന്മനാട് ജർമ്മനിയാണ്, ജനിച്ചതും വളർന്നതുമൊക്കെ ജർമ്മനിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ എറണാകുളം വടുതല സ്വദേശിയാണ്. അവിടെ ജർമ്മനിയിൽ ജോലിക്കായി പോയി അങ്ങനെ അവിടെ സെറ്റിൽഡായതാണ്. ഈ ജർമ്മൻ സിറ്റിസൺഷിപ്പാണ് നിലവിൽ ഈ മിലൻ മാപ്പിളശ്ശേരിക്കുള്ളത്. പക്ഷേ വളരെ ഭംഗിയായിട്ട് ഈ മിലൻ മലയാളം പറയുന്നു എന്നതാണ്. മിലനും മിലൻ്റെ ഭാര്യയും 2 കുട്ടികളുമായിട്ടാണ് ഈ അച്ഛൻ്റെയും അമ്മയുടെയും ഈ നാട് കാണാൻ വേണ്ടി എത്തിയത്. ഇവിടെ എത്തി കുറച്ചധികം നാൾ ഇവിടെ ചെലവഴിച്ചു. ഇന്നലെ രാത്രി തന്നെ തിരികെ പോവുകയും ചെയ്തു. അപ്പോൾ കണ്ടതിൽ നല്ല കാഴ്ചകളായിരുന്നു. ഉത്സവത്തിൽ ആനയും അമ്പാരിയും ഒക്കെ കാണാൻ കഴിഞ്ഞതും അതോടൊപ്പം തന്നെ നമ്മുടെ നാടിൻ്റെ പ്രകൃതി ഭംഗിയൊക്കെ കാണാൻ കഴിഞ്ഞതിലുമൊക്കെയുള്ള സന്തോഷം മിലൻ പങ്കുവച്ചു. അവിടുത്തെ മേയർ എന്ന ഒരു പദവി, അത് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു പദവിയാണ്. അത് 80%-ലധികം അവിടുത്തെ ലീഡിങ് പാർട്ടികളുടെ ഏക്കാളും 80%-ലധികം വോട്ട് നേടി ജയിച്ച ഒരാൾ കൂടിയാണ് മിലൻ. ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥിയായിരുന്നു. അങ്ങനെ സ്വതന്ത്രനായിട്ടുള്ള ഒരു മേയർ മലയാളിയാണ്. നമ്മൾ പറയാറുണ്ട് ലോകത്തിൻ്റെ എവിടെ ചെന്നാലും മലയാളിയെ കാണാമെന്ന്. പക്ഷേ ജർമ്മനിയിലെ ബെർക്കാന്യൂ നഗരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ മേയർ ഒരു മലയാളിയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടുകൂടി തന്നെ. രസമുള്ള കാര്യങ്ങളാണ്. മറ്റിടങ്ങളിൽ നമ്മുടെ ആളുകൾ അതായത് അതിൻ്റെ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കുന്നത് രസമുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൻ്റെ സ്നേഹമൊക്കെയായി ജർമ്മനിയിൽ ഇനിയും നല്ല ശക്തമായ രാഷ്ട്രീയവുമായി തുടരാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം.